മീവിസ്പിക്യുഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 2 തിങ്കൾ. ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റാണ് വീഡിയോവായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് തരിക. ആദ്യത്തെ അറിയിപ്പ്. എല്ലാ മാസത്തിലെയും ആദ്യ ദിവസത്തിൽ എന്നതുപോലെ ഈ മാസവും എണ്ണ കമ്പനികൾ LPG സിലിണ്ടറിൻ്റെ വില പുതുക്കി. 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിൻ്റെ വിലയിൽ 24 രൂപ കുറച്ചുകൊണ്ടാണ് കമ്പനികൾ ഉപഭോക്താക്കൾക്ക് വലിയ ഒരു ആശ്വാസം നൽകിയിരിക്കുന്നത്. പുതിയ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. എങ്കിലും ഗാർഹിക LPG സിലിണ്ടറിൻ്റെ വിലയിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് പുറത്തിറക്കിയ പുതിയ വില അനുസരിച്ച് 19 കിലോഗ്രാം LPG സിലിണ്ടറിൻ്റെ വില നിലവിൽ ഡൽഹിയിൽ 1723 രൂപയും 50 പൈസയും എന്ന നിരക്കിലായിരുന്നു. നേരത്തെ ഇത് 1747 രൂപ 50 പൈസ എന്ന നിരക്കിലായിരുന്നു. ഇതുപോലെ കൽക്കത്തയിൽ വാണിജ്യ സിലിണ്ടറിൻ്റെ വില നിലവിൽ 1826 രൂപയായി. നേരത്തെ ഇത് 1851 രൂപയും 50 പൈസയും എന്നായിരുന്നു. മുംബൈയിൽ വാണിജ്യ സിലിണ്ടറിൽ വില 1674 രൂപയും 50 പൈസയുമായിരുന്നു. അടുത്ത അറിയിപ്പ്. സംസ്ഥാനത്ത് സ്കൂളുകൾ നാളെ തുറക്കും. ആലപ്പുഴയിൽ അലവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇത്തവണത്തെ സംസ്ഥാനതല പ്രവേശനോത്സവം നടത്തുന്നത്. പ്രവേശനോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കാൻ സംസ്ഥാനം സജ്ജമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സ്കൂൾ കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ അടക്കം നിർബന്ധമാക്കി. 2016 ശേഷം 5000 കോടി രൂപ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നടന്നെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം നാളെ സ്കൂൾ തുറക്കുമ്പോൾ 44 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെയാണ് പുതുതായി പ്രതീക്ഷിക്കുന്നത്. പാഠപുസ്തകങ്ങൾക്കപ്പുറത്ത് സാമൂഹിക വിഷയങ്ങളും വ്യക്തിത്വ വികസനത്തിനുള്ള ക്ലാസുകൾ നൽകുവാനും ഈ അധ്യയന വർഷത്തിലുണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചു. അടുത്ത അറിയിപ്പ്. രാജ്യത്ത് കോവിഡ് കേസുകൾ 3000 കടന്നു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പ്രകാരം 3395 ആക്ട് കോവിഡ് കേസുകളാണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ ഉള്ളത്. 1336 ആക്ട് കോവിഡ് കേസുകളാണ് കേരളത്തിൽ. മഹാരാഷ്ട്ര, ദില്ലി, ഗുജറാത്ത്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 4 കോവിഡ് മരണങ്ങളാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ആശുപത്രികളിൽ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് കേന്ദ്രം നിർദ്ദേശം നൽകി. ആവശ്യമായ കിടക്കകളും മരുന്നുകളും വാക്സിനുകളും ഓക്സിജനുകളും സജ്ജമാക്കണമെന്ന നിർദ്ദേശം. മറ്റ് രോഗമുള്ളവർ പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കണമെന്ന് നിർദ്ദേശം നൽകി. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.